കൃത്യസമയത്ത് ആനന്ദേട്ടനും ലേഖയും കൂടി എന്നെ ഇവിടെ എത്തിച്ചതുകൊണ്ട് കുഞ്ഞിനൊന്നും പറ്റിയില്ല. അവനുമായിട്ട് ബൈക്കിൽ പോയപ്പോഴല്ലേ അവന്റെ അച്ഛനെ നീ ലോറി കൊണ്ട് തട്ടിച്ചത്. ഹലോ, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രമോല് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മഹാലക്ഷ്മി പ്രതാപനെ കാണാൻ വരികയാണ്. എന്നിട്ട് പ്രതാപന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ ചിരിച്ച് അട്ടഹസിച്ചൊന്നും ഇരിക്കണ്ട. കൃത്യസമയത്ത് അനന്തവും ലേഖ എന്നെ ഇവിടെ കൊണ്ടുവന്നത് കാരണം എന്റെ കുഞ്ഞിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അത് ഭയങ്കര കട്ടകലിപ്പി തന്നെയാണ് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രതാപനും അമ്മൂമ്മയും മുത്തശ്ശിയൊക്കെ ഭയങ്കര ഞെട്ടി നിൽക്കുക. കുഞ്ഞു പോയില്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സന്തോഷമൊക്കെ കെട്ടടങ്ങി. കരുണയും പോയി, മഹാലക്ഷ്മി ആണെങ്കിൽ മഹാലക്ഷ്മിയുടെ കുഞ്ഞും പോയില്ല എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പൊ അവര് നിൽക്കുന്നത്. അപ്പുറത്ത് നമ്മുടെ കണ്ണൻ സത്യങ്ങളെല്ലാം കേൾക്കുകയാണ്. തന്റെ അച്ഛനെ കൊന്നത് ഈ പ്രതാപനാണെന്നുള്ളൊരു സത്യം നമ്മുടെ കണ്ണൻ അറിയുകയാണ്. അപ്പൊ ഇനി എന്തും സംഭവിക്കാം അല്ലെ. എഴുന്നേറ്റ് നിന്ന് നമ്മുടെ പ്രതാപന്റെ നെഞ്ചത്ത് ചവിട്ടി നിൽക്കാൻ വേണേ കണ്ണൻ. ഇനി എന്തൊക്കെയായാലും കുഴപ്പമില്ല, തന്റെ അച്ഛനെ കൊന്ന ആളാണ് പ്രതാപൻ എന്നറിയാൻ പോവുകയാണ്. വേറെ എങ്ങനെയുമല്ല അറിയുന്നത്, നമ്മുടെ പ്രതാപനോട് മുത്തശ്ശി പറയുകയാണ്, എന്നാലും നീ അയാളെ അന്ന് കണ്ണനും അച്ഛനും കൂടി പോകുന്ന സമയത്ത് വണ്ടി ഇടിച്ചിട്ടപ്പോൾ നീ അവരെ രക്ഷിക്കേണ്ടതായിരുന്നു. നീ രക്ഷിക്കാതെ പോയത് കൊണ്ടല്ലേ കണ്ണനും ഉണ്ണിക്കൊക്കെ അവരുടെ അച്ഛനെ നഷ്ടപ്പെട്ടത് എന്നിങ്ങനെ പറയുകയാണ്. ആ കൃത്യസമയത്ത് നമ്മുടെ കണ്ണൻ അവിടെ എത്തി ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ കണ്ണൻ ഇതെല്ലാം അറിയുന്നത്. ഇനി നമ്മുടെ കണ്ണന്റെ പ്രതികരണം ആയിരിക്കും കിടിലം അല്ലെ കൂട്ടുകാരെ? കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഹെറം ദി മലയാളി സൈനിങ് ഓഫ്.